നമസ്കാരം. തിരുവനന്തപുരത്തിന്റെ മേയർ വി രാജേഷ് അമേരിക്കയിൽ പോയിരിക്കുകയാണ്. ഏകദേശം എനിക്കൊന്ന് വരാവുന്ന സമയമായി. ശശി തരൂർ തിരുവനന്തപുരത്ത് ആദ്യ തെരഞ്ഞെടുപ്പ്, 4ാമത്തെ തെരഞ്ഞെടുപ്പ് മറ്റായി, ആദ്യ തെരഞ്ഞെടുപ്പിന് ലോഞ്ച് ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞു തിരുവനന്തപുരം നഗരത്തെ ബാഴ്സലോണ സിറ്റിയുമായി ഒരു ഇരട്ട നഗരം ആക്കാം. അതുപോലെ പക്ഷെ പുള്ളിയെ കുറ്റം പറയാനാവില്ല. കാരണം പുള്ളിക്ക് മേയർഷിപ്പും ഇത് തിരുവനന്തപുരം LDF-നാണ് മേയർഷിപ്പും കൗൺസിലും കിട്ടുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ശശി തരൂരിൻ്റെ ഒരു ആശയം എടുത്ത് ചെയ്യാൻ പ്രായോഗികമായി LDF ശ്രമിക്കത്തില്ല. അതുകൊണ്ട് നടന്നില്ല. എന്നാൽ BJP-യുടെ മേയർ രാജേഷ് ഇപ്പോൾ വി രാജേഷ് ഇപ്പോൾ ഹൂസ്റ്റണിൽ പോയി ചില യോഗങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അമേരിക്കൻ ടെക്സസിലെ മിസോറി സിറ്റിയും കേരളവും തിരുവനന്തപുരവും തമ്മിൽ ഒരു സഹോദര നഗരബന്ധം, ഒരു ബ്രദർലി അല്ലെങ്കിൽ സിസ്റ്റർലി സിറ്റി റിലേഷൻ, അതിനുള്ള പ്രാഥമിക ചർച്ചകൾക്ക് തുടക്കമായിട്ടുണ്ട്. മിസോറി സിറ്റി മേയർ റോബിൻ ഇലക്കാട്ടുമായി ഇത് സംബന്ധിച്ച് ചർച്ച നടത്തിയതായി തിരുവനന്തപുരം വി രാജേഷ് മേയർ അറിയിച്ചിട്ടുണ്ട്. മലയാളി സമൂഹത്തിന്റെ സജീവ സാന്നിധ്യമുള്ള മിസോറി സിറ്റി അമേരിക്കയിലെ പ്രവാസി മലയാളികളുടെ പ്രധാന കേന്ദ്രങ്ങളിലൊന്നാണ്. നഗരഭരണ രംഗത്തും പൊതുപ്രവർത്തന മേഖലയിൽ മലയാളി സമൂഹത്തിന്റെ സാന്നിധ്യം വളരെ വലുതാണ്. അവിടെ ഭരണരംഗത്ത് പോലും ധാരാളം മലയാളികൾ ഉണ്ട് എന്നുള്ളതാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന്റെ നിർമ്മിത ബുദ്ധിയുടെ മേഖലയിൽ തിരുവനന്തപുരം മിസോറി സിറ്റി സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള ചർച്ചകൾ നടന്നു. അതുപോലെ നഗരവികസനവും സാങ്കേതിക വിദ്യകളുടെ കൈമാറ്റവും പൊതുസേവനങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കൽ, സ്മാർട്ട് സിറ്റി ആശയങ്ങൾ, നിക്ഷേപാവസരങ്ങൾ തുടങ്ങിയ മേഖലകളിൽ പരസ്പരം ചർച്ചകൾ നടക്കുകയുണ്ടായി. മാലിന്യ സംസ്കരണത്തിലും മാലിന്യത്തിന്റെ പുനരുപയോഗത്തിലും മിസോറി സിറ്റി കൈവരിച്ച പുരോഗതി മേയർ റോബിൻ ഇലക്കാട്ട് വിശദീകരിച്ചു. ആധുനിക മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ, പുനരുപയോഗ പദ്ധതികൾ, നഗര ശുചിത്വ പ്രവർത്തനങ്ങൾ എന്നിവ സംബന്ധിച്ച അനുഭവങ്ങൾ അദ്ദേഹം പങ്കുവച്ചുവെന്നും വി രാജേഷ് അറിയിച്ചു. മാലിന്യ സംസ്കരണ കമ്പനിയുടെ പ്രതിനിധികളും നഗരഭരണത്തിലെ സംഘങ്ങളും ചർച്ചയിൽ പങ്കെടുത്തു. നഗരത്തിലെ തെരുവ് നായ്ക്ക സംരക്ഷണത്തിനായി സ്വീകരിച്ച നടപടികളെക്കുറിച്ചും റോബൻ ഇലക്കാട്ട് വിവരിച്ചതായി വി രാജേഷ് അറിയിച്ചു. നഗരത്തിലെ മൃഗസംരക്ഷണ കേന്ദ്രങ്ങൾ സന്ദർശിച്ചിരുന്ന മൃഗസംരക്ഷണ രംഗത്ത് മിസോറി സിറ്റി നടപ്പിലാക്കുന്ന വിഷയങ്ങൾ വി രാജേഷ് നേരിട്ട് കാണുകയുണ്ടായി. മിസോറി സിറ്റിയിൽ നിന്ന് ഔദ്യോഗിക പ്രതിനിധി സംഘം തിരുവനന്തപുരം സന്ദർശിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. വി രാജേഷ് അവരെ ക്ഷണിച്ചിട്ടുണ്ട്. അവർ മാലിന്യ സംസ്കരണത്തിലും നഗരവികസനത്തിലും സാങ്കേതിക വിദ്യയിലുമൊക്കെ തിരുവനന്തപുരത്തെ പൊതുസേവനങ്ങളുമൊക്കെ എങ്ങനെ തിരുവനന്തപുരത്ത് കൂടുതൽ മെച്ചപ്പെട്ടതാക്കാം എന്നുള്ളതിൻ്റെ അനുഭവങ്ങൾ പങ്കുവെക്കാൻ മിസോറി സിറ്റിയിലെ ആളുകൾ, പ്രതിനിധികളും ഉദ്യോഗസ്ഥരും തിരുവനന്തപുരത്ത് വരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അടിസ്ഥാന വികസനം, നഗരവികസനം, നഗരാസൂത്രണം, അതുപോലെ തുടങ്ങിയ മേഖലകളിലെ സഹകരണ സാധ്യതകൾ പരസ്പരം ചർച്ച ചെയ്തതായിട്ടും രാജേഷ് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അവിടെ നിന്ന് വളരെ കൃത്യമായി വി രാജേഷിൻ്റെ മെസ്സേജ് വന്നുകൊണ്ടിരിക്കുന്നു. എന്തായാലും കേരളത്തിൽ തിരുവനന്തപുരം നഗരത്തിൻ്റെ ഒരു പ്രാധാന്യം വെച്ചുകൊണ്ട് തന്നെ ഇവിടുത്തെ മാലിന്യ സംസ്കരണവും അതുപോലെ തന്നെ മറ്റ് തെരുവ് നായ്ക്കളുടെ ശല്യവും കുടിവെള്ള പ്രശ്നവും ഉൾപ്പെടെയുള്ള വിവിധ വിഷയങ്ങൾ എന്തായാലും നടക്കും എന്നാണ് തോന്നുന്നത്. തീർച്ചയായിട്ടും അതിനുള്ള ചർച്ചകൾ നടന്നു കഴിഞ്ഞു. അത് ഇനി അതുപോലെ തന്നെ വാഷിങ്ടണിൽ അമേരിക്കൻ എംബസിയുമായിട്ടും ഇന്ത്യൻ എംബസിയുമായിട്ടും അമേരിക്കയിലെ ഇന്ത്യൻ എംബസിയുമായിട്ടും നല്ല ചർച്ച നടന്നിട്ടുണ്ട്. അതും IT മേഖലയിലും സ്മാർട്ട് സിറ്റി മേഖലകളിലുമൊക്കെ എങ്ങനെയാണ് നമുക്കിനി മുന്നോട്ട് പോകുക എന്നുള്ളത്, അതുപോലെ കേരളത്തിലെ കളരിപ്പയറ്റും കഥകളിയും അവിടെ അമേരിക്കയിൽ അവതരിപ്പിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അവിടെ അതിനുള്ള ഒരു അമേരിക്കൻ മോഡൽ നഗരമാക്കാൻ വി രാജേഷിനൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ മാലിന്യ സംസ്കരണം, ഡ്രെയിനേജ് സംവിധാനം, ജലവിതരണം, സ്മാർട്ട് സിറ്റി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. ഒരു അമേരിക്ക എന്ന് പറയുന്നത് വളരെ വികസിച്ചൊരു സിറ്റിയാണ്. ധാരാളം അത്യാധുനികമായ പ്രൊഫഷണലായിട്ട് പോകുന്നൊരു സിറ്റികളാണ്. അപ്പോൾ ആ സിറ്റിയെപ്പോലുള്ള ഒരു സംവിധാനം ഇവിടെ കൊണ്ടുവരുന്നതിനുള്ള വളരെ കൃത്യമായിട്ടുള്ള ഒരു പാക്കേജാണ് വി രാജേഷ് ആലോചിക്കുന്നത്. നമുക്ക് നമ്മുടെ ഒരു സംവിധാനം അനുസരിച്ച് ഇതൊക്കെ എത്ര കണ്ട് നടക്കും, ഇതിനുള്ള സാമ്പത്തികമുണ്ടോ, സാങ്കേതിക വിദ്യയുണ്ടോ, അല്ലെങ്കിൽ ഇതിനുള്ള ഒരു ടെക്നോളജി നമ്മുടെ കയ്യിലുണ്ടോ, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷേ എങ്കിൽ പോലും അങ്ങനെ അവിടെ അവതരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് ചെറിയ കാര്യമല്ല. പല ആളുകളും വിദേശത്ത് പോകുന്നതാണ്. വിദേശത്ത് പോയി പലത് കണ്ടിട്ട് വരും. അതെല്ലാം ഇവിടെ ചെയ്യാൻ പറ്റുമെന്നൊക്കെ പറയുമെങ്കിലും പലതും നമുക്ക് ചെയ്ത് കണ്ട് കാണത്തില്ല. ഇപ്പോൾ റൂം ഫോർ എന്ന് പറഞ്ഞ് ഡച്ചിൽ, നെതർലാൻഡ്സിൽ CM സംഘവും പോയതാണ്. യൂറോപ്യൻ രാജ്യങ്ങളിൽ പോകാറുണ്ട്, മറ്റ് മന്ത്രിമാർ വിവിധ രാജ്യങ്ങളിലൊക്കെ പോകാറുണ്ട്. പക്ഷേ പോയിട്ട് വന്നവരൊന്നും കൃത്യമായ ഒരു വിവരം നമ്മുടെ നാട്ടിൽ ഇതെങ്ങനെ പ്രയോഗിക്കാം. ഇപ്പോൾ ഇസ്രായേലിൽ പോയി കൃഷി പഠിച്ചവരുണ്ട്. അങ്ങനെ പോയി പഠിച്ചവരാരും ഇവിടെ വന്നിട്ട് ഈ നാട്ടിൽ ഇത് ചെയ്യാം എന്ന് പറഞ്ഞ് ആരും കണ്ടിട്ട് കൊള്ളാം,
നന്നായിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വരുന്നതല്ലാതെ നമ്മുടെ നാട്ടിൽ ഇതെങ്ങനെ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ചർച്ചകളോ തുടർ പ്രവർത്തനങ്ങളോ പലപ്പോഴും നടക്കാറില്ല. അതുകൊണ്ട് തന്നെ അമേരിക്കൻ സന്ദർശനത്തിനിടയിൽ സംഭവിച്ച വിദഗ്ധരുമായുള്ള കൂടിക്കാഴ്ചകൾ ഇനി തിരുവനന്തപുരത്ത് തുടരും എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ടെക്സാസിൽ നിന്നുള്ള ആളുകൾ തിരുവനന്തപുരത്ത് വന്നാൽ തീർച്ചയായിട്ടും അതിനുള്ള ചർച്ചകൾ നടക്കും. അങ്ങനെ തിരുവനന്തപുരത്ത് ഒരു മെഗാ സിറ്റി, മെട്രോപൊളിറ്റൻ, കോസ്മോപൊളിറ്റൻ സിറ്റി ആക്കാനുള്ള എല്ലാ ചർച്ചകളും നടക്കും. ആ ചർച്ചകളിൽ നമുക്ക് പ്രതീക്ഷയുണ്ട്. എന്തായാലും കാത്തിരുന്ന് കാണാം. ഒരു പുതിയ സിംറ്റം, ഒരു ഇതാണല്ലോ. ആര്യ രാജേന്ദ്രൻ അടക്കമുള്ള മേയർ ശിവൻകുട്ടി, ജയൻ ബാബു അടക്കമുള്ള എല്ലാവരും ഉണ്ടായിരുന്നു. അവരാരും എടുക്കാത്തൊരു എഫർട്ടാണ്. ഡോക്ടർ എം വി പിള്ള എന്ന് പറഞ്ഞ ക്യാൻസർ വിദഗ്ധനാണ് ഇതിൻ്റെ ഒരു പിന്നാമ്പുറത്തെന്ന് മനസ്സിലാക്കുന്നു. അദ്ദേഹം അമേരിക്കൻ മലയാളിയാണ്. അദ്ദേഹമാണ് ഇതിൻ്റെ എല്ലാ ഹോംവർക്കും ചെയ്തിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും നല്ല അത്യാധുനികമായ ക്യാൻസർ ചികിത്സാ സംവിധാനമൊക്കെ കേരളത്തിൽ തിരുവനന്തപുരത്ത് കൊടുക്കാനുള്ള എല്ലാ സംവിധാനവുമുണ്ട്. തീർച്ചയായിട്ടും മേയർ രാജേഷിൻ്റെ സന്ദർശനം ഗുണകരമായി വരട്ടെ. നമ്മുടെ നഗരത്തിലെ ജനങ്ങൾക്കത് ഉപകാരപ്രദമാകട്ടെ എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ചർച്ചകളും സന്ദർശനങ്ങളും കൂടിയിരിപ്പുകളും അല്ലെങ്കിൽ കൺസൾട്ടേഷൻ മീറ്റിങ്ങുകളുമെല്ലാം ഫലപ്രാപ്തിയിലെത്തട്ടെ എന്നാണ് നമുക്ക് ആശംസിക്കാനും ആഗ്രഹിക്കാനുമുള്ളത്. തീർച്ചയായും തിരുവനന്തപുരം നഗരം അമേരിക്കൻ സ്റ്റാൻഡേർഡിലേക്ക് കൊണ്ടുപോകും എന്നുള്ളത് പ്രത്യാശയോടെ നമ്മൾ കേൾക്കുന്നു. എന്തായാലും തുടർ ദിവസങ്ങളിൽ ബാക്കി പ്രവർത്തനങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം.